ഏറ്റവും പൂർണ്ണമായി ഉത്തരവാദി എന്നുള്ളത് RCB മാനേജ്മെന്റും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ്, പിന്നീട് സർക്കാരാണ്. അതായത് പോലീസ് പലതവണ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇവിടെ ഇന്നലെ ഈ പരിപാടി നടത്തരുത്. അതായത് വിക്ടറി പരേഡ് മാത്രമല്ല, മറ്റാഘോഷ പരിപാടികൾ നടത്തരുത്. അതിന് ഏറ്റവും പ്രധാന കാര്യം, തലേ ദിവസം IPL ഫൈനലിന്റെ അന്ന് രാത്രി ബംഗളൂരു നഗരം ഉറങ്ങിയിട്ടില്ല. വല്ലാത്ത ആഘോഷമായിരുന്നു നഗരത്തിലെമ്പാടും. അതുകൊണ്ട് തന്നെ പോലീസുകാരെല്ലാം തന്നെ ഡ്യൂട്ടിയിലായിരുന്നു. പിറ്റേ ദിവസം വീണ്ടും ഇങ്ങനെ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ സുരക്ഷ നൽകുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോലീസുകാരെല്ലാം ക്ഷീണിതരാണ്. അതുകൊണ്ട് അന്നേക്ക് സുരക്ഷ നൽകാനാവില്ല എന്ന കാര്യം പോലീസ് അറിയിച്ചിരുന്നു. അല്ലാത്ത പക്ഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മാത്രമായി ഈ പരിപാടി ഒതുക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി പോലീസ് വെച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം പാടെ അവഗണിക്കുകയാണ് RCB മാനേജ്മെന്റിന്റെയും ആരാധകരുടെയും സമ്മർദ്ദം മൂലമാണോ മാറ്റിയത്? KB ശ്രീധരൻ, തീർച്ചയായിട്ടും. അതായത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, വിക്ടറി പരേഡിന് പോലീസ് അനുമതി നൽകാതിരുന്നപ്പോൾ വലിയ സമ്മർദ്ദമാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ RCB മാനേജ്മെന്റും ചെലുത്തിയത്. തുടർന്ന് രാവിലെ ഏകപക്ഷീയമായി പോലീസിനോട് പോലും ആലോചിക്കാതെയാണ് വിക്ടറി പരേഡ് ഉണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ RCB മാനേജ്മെന്റ് പോസ്റ്റ് പങ്കുവച്ചത്. പരമാവധി ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു. അതിനനുസരിച്ചാണ് ആളുകൾ ഇവിടേക്ക് എത്തിയത്. ഉച്ചയോടുകൂടി തന്നെ ഇതിന് അനുമതിയില്ല, വിക്ടറി പരേഡ് നടക്കില്ല എന്ന് പോലീസ് അറിയിച്ചു. പക്ഷേ തുടർന്ന് ചർച്ചകൾ നടന്നു, വലിയ തോതിൽ സമ്മർദ്ദം നടന്നു. എന്നിട്ട് പോലും 5 മണിയോടെ വീണ്ടും വിക്ടറി പരേഡ് നടക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും ഈ വലിയ ദുരന്തം ഇവിടെയുണ്ടായി. അതോടുകൂടി തന്നെ ഈ വിജയാഘോഷ റാലിയും ഈ സർക്കാരിന്റെ പരിപാടിയും ഒക്കെ വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തത്.